നവീകരിച്ച ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് നിർവഹിച്ചത്. और केंद्र शासित प्रदेशों के भी लाखों लोग ऑनलाइन आज यहाँ हमारे साथ जुड़े हैं। अनेक राज्यों के राज्यपाल, मुख्यमंत्री, लेफ्टिनेंट गवर्नर, अन्य जनप्रतिनिधि आज हमारे साथ है। ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അടൂർ പ്രകാശ് MP, വി ശശി MLA, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ്, ഡിവിഷണൽ റെയിൽവേ മാനേജർ ഡോക്ടർ മനീഷ് തപ്പിലിയാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ സാമ്പത്തിക വിന്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനം റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ നടക്കും. നമ്മൾ പരിശോധിക്കേണ്ടത് പുതുക്കാട് ഒരു ആരോപിക്ക് സാങ്ഷൻ കൊടുത്തിട്ട് 4 വർഷം അതിനുള്ള സ്ഥലവും എടുത്തിട്ട് കഴിഞ്ഞിരിക്കും. അതിന്റെ പണി തുടങ്ങാനായിട്ട് ഒരു തറക്കല്ല് കൊണ്ടിടാൻ ചെന്നപ്പോ റെയിൽവേ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് ഇതിന്റെ അലൈൻമെന്റ് കൃത്യമല്ല എന്നത് പണി തുടങ്ങുന്നതിന് അതിനുള്ള കാശ് അനുവദിച്ചു വന്ന സമയത്താണ് അറിയിക്കുന്നത്. അതിൽ നിന്നും ഒരു പണിമുടക്കപ്പെട്ട് കിടക്കുന്ന ഒരു ആരോഗ്യമായിട്ടാണ് അവശേഷിക്കുക. ഇരവിപുരം ഇന്ന് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുക. ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സത്യത്തിൽ ഏതാണ്ട് 12 കോടി രൂപയോളം ഇതിനു വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷേ 7,36,00,000 രൂപ ചെലവഴിച്ചതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചതിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഇന്ന് ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ബാക്കിയുള്ള 5 കോടി ചില്ലാനം രൂപ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഇനിയും ആരംഭം കുറിക്കേണ്ടതായിരുന്നു.
ബഹുമാനായ നമ്മുടെ കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ DRM അടക്കമുള്ള ആളുകൾ ഇവിടെ ചിറയൻകീഴിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇവിടെ സ്റ്റോപ്പേജുകൾ നിരവധി ട്രെയിനുകൾക്ക് അനുവദിച്ചു. ആ സ്റ്റോപ്പേജുകൾ കിട്ടിയത് കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ. അത് ചിറയൻകീഴ് നിവാസികൾ ചിരകാലമായി കാത്തിരിക്കുന്ന ഒരു വലിയ സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വാസ്തവത്തിൽ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷനും ഈ നാട്ടിലെ മറ്റ് ജനവിഭാഗങ്ങളുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന വലിയ സംഭവത്തിനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിതരണം ചെയ്തു. തലസ്ഥാന വാർത്തകൾ ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ISO അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു. സദാ CCTV ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ്ഡ് ഹൈടെക് ക്ലാസ് മുറികൾ, വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ, പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും, കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ്. UK developed curriculum based on London standards. Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.